കേൾക്കാത്ത കഥ 4. ഇതൊരു പ്രത്യേക കഥയാണ്. വളരെ സ്പെഷ്യൽ കഥ. എനിക്ക് ആരും വേണ്ട, ഒരുത്തൻ്റെ സഹായമില്ലാതെ ഞാൻ ഇതുവരെ എത്തിയത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് പറയുന്നവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ഒരു കഥയാണ്. ഇങ്ങനെയൊക്കെ പറയാമോ? ഇതൊക്കെ സാധിക്കുമോ? ഈ കഥയൊന്ന് കേട്ടു നോക്കൂ. ഇന്നത്തെ ഈ കുഞ്ഞു കഥ നിങ്ങളുടെ ഹൃദയത്തെ തൊടും, തീർച്ചയാണ്. പൂമുഖത്ത് ഉമ്മറപ്പടിയിൽ അച്ഛൻ പേപ്പർ വായിച്ചിരിക്കുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ പൂന്തോട്ടത്തിൽ ഒരു വലിയ കല്ലെടുത്തു മാറ്റാൻ തീവ്രമായി ശ്രമിക്കുന്നു. ഒടുവിൽ ആ ശ്രമം ഉപേക്ഷിച്ച് അവൻ വീടിനകത്തേക്ക് പോകുന്ന സമയത്ത് അച്ഛൻ അവനോട് ചോദിച്ചു, നീ ആ കല്ലു നീക്കാൻ നിന്റെ മുഴുവൻ കഴിവും അറിവും ഉപയോഗിക്കാത്തത് എന്താ? അവൻ പറഞ്ഞു, എന്നെ കൊണ്ട് ആവുന്ന വിധം ഞാൻ ശ്രമിച്ചതാണല്ലോ അച്ഛാ. അച്ഛൻ അവനോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അതാ ഞാൻ ചോദിച്ചത്, നിന്റെ മുഴുവൻ കഴിവും അറിവും ഉപയോഗിച്ചില്ല എന്ന്. നിനക്ക് ആ കല്ലെടുത്തു മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ ഇരുന്നുവല്ലോ സഹായം ചോദിക്കാമായിരുന്നില്ലേ? എത്രമാത്രം കഴിവുണ്ടായിട്ടും ഒരാൾക്കൊരു സഹായം പോലും ചോദിക്കാൻ കഴിയാതെ പോയാൽ പിന്നെ ഉള്ള കഴിവുകൾക്ക് എന്തുമില്ല. മനുഷ്യനൊരു സമൂഹ ജീവിയാണ് എന്നുള്ള പരമാർത്ഥം മറന്ന് തനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് പറയുന്നവർ ഒരുപാടുണ്ട് ഈ യുഗത്തിൽ. ഒരാളുടെയെങ്കിലും സഹായമില്ലാതെ ആർക്കും എവിടെയും എത്താൻ കഴിയില്ല എന്ന സത്യം എത്ര പേർക്കറിയാം? ചിന്തിച്ചു നോക്കൂ. ഇന്ന് സമൂഹത്തിൽ നമുക്ക് ചുറ്റും ഏതെല്ലാം മേഖലയിൽ വിജയിച്ചവരാണെങ്കിലും അവർ ഒറ്റയ്ക്ക് എത്തിയവരായിരിക്കില്ല. ഒരാളുടെയോ ഒരുപാട് ആളുകളുടെയോ സഹായം ഉണ്ടായിരിക്കും, തീർച്ചയാണ്. നമുക്ക് ചുറ്റും പല കഴിവുകൾ ഉള്ളവർ ഉണ്ടെങ്കിലും എവിടെയും എത്താൻ സാധിക്കാത്തത് അല്ലെങ്കിൽ വൈകുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ചിലപ്പോൾ സഹായിക്കാനുള്ള മനസ്സ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സഹായം ചോദിക്കാനുള്ള മനസ്സ് ഇല്ലാത്തതുകൊണ്ട്. എനിക്കാരും വേണ്ട, ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിച്ച് മരിക്കുന്നതല്ല ജീവിതം. മറിച്ച് ആരെങ്കിലും ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞാൽ, അയാളുടെ വിജയത്തിലെ ഒരു നിയോഗമാകാൻ കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ആ ജീവിതത്തിന്റെ ആത്മസന്തോഷം അത് ഒന്ന് വേറെ തന്നെയാണ്, അല്ലേ?